നമസ്കാരം. ഞാൻ ബിന്ദു പ്രസാദ്, അക്യുലൈഫ് അക്യുപഞ്ചർ ക്ലിനിക്, കലൂർ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുദ്രകളും അതിൻ്റെ രോഗങ്ങളുമാണ് പറഞ്ഞിരുന്നത്. അതായത് നേരത്തെ ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മുദ്രയും അത് എന്ത് കാര്യത്തിനാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഇതിപ്പം ഒരു രോഗത്തിന് ഏതൊക്കെ മുദ്രകൾ പിടിക്കാം. ഉദാഹരണത്തിന് ഇപ്പം തലവേദന അല്ലെങ്കിൽ അലർജി, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏതൊക്കെ മുദ്രകൾ പിടിക്കാം. ഒരു പ്രശ്നത്തിന് പല മുദ്രകൾ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അത് ആ രോഗവും അതിൻ്റെ ഏതൊക്കെ മുദ്രകളാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് വീഡിയോ സഹിതം കാണിച്ചു തരാം. അതായത് മുദ്രകളും കാണിച്ചു തരാം, പേരും പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അസിഡിറ്റിയാണ്. അസിഡിറ്റിക്ക് നമുക്ക് ഏതൊക്കെ മുദ്രയാണ് പിടിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് അപാൻ മുദ്ര പിടിക്കാം, സുരഭി മുദ്ര പിടിക്കാം, വായു മുദ്ര പിടിക്കാം, അതുപോലെ തന്നെ അപാൻ വായു മുദ്രയും പിടിക്കാം, വരുൺ മുദ്ര പിടിക്കാം, സകൽ ശംഖ് മുദ്ര പിടിക്കാം, മാതങ്കി മുദ്ര പിടിക്കാം, മുഷ്ടി മുദ്ര പിടിക്കാം. അപ്പോൾ ഈ അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് ഇത്രയും മുദ്ര, ഈ മുദ്രകളിൽ ഏത് മുദ്ര പിടിച്ചാലും തന്നെ നമുക്ക് ഗുണം കിട്ടും. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരു മുദ്രയും അതിൻ്റെ ഗുണവുമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു രോഗത്തിന് ഏതൊക്കെ മുദ്ര പിടിച്ചാൽ നമുക്ക് ഗുണം കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസിഡിറ്റിക്ക് എത്ര മുദ്ര വന്നു, കുറേ മുദ്രകൾ വന്നില്ലേ. അപ്പോൾ ഈ മുദ്രകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇത് ഏതെങ്കിലുമൊക്കെ നമ്മൾ ഓർക്കും. ചില സന്ദർഭങ്ങളിൽ നമ്മളിപ്പം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് നോക്കേണ്ടുന്ന ഒരു സാഹചര്യം, അത് ഫോണിൽ ഇപ്പം നോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ പോകുമ്പോഴും എങ്ങും ഫോണില്ലാതെ ആരും പോകുകയൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എടുത്ത് നോക്കാം. ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അത് ഒന്നുകിൽ ഓർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെക്കുകയോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അലർജിയാണ്. അലർജിക്ക് 2 മുദ്രകളാണ് തന്നിട്ടുള്ളത്, ഭ്രമർ മുദ്രയും വായു മുദ്രയുമാണ്. അപ്പോൾ ഈ 2 മുദ്രകളിൽ ഏത് പിടിച്ചാലും നമുക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ അലർജിയുടെ മുദ്രകൾ 2 എണ്ണമാണ്, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം ഇപ്പം ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഉറക്കം കുറവാണെന്ന്. കഴിവിൻ്റെ പരമാവധി ഉറങ്ങാൻ നോക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഉറക്കം വരാത്തത്. പക്ഷേ ഉറക്കം കുറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് പെരുപ്പുണ്ടാകും, തലവേദന ഉണ്ടാകും, അതുപോലെ തന്നെ BP നോർമൽ അല്ലാണ്ടായി മാറും. പിന്നെ അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാൻ, നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഒരു 10 മണിക്കെങ്കിലും കിടന്നുറങ്ങാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. BP നോർമൽ അല്ലാതായി കഴിഞ്ഞാൽ അത് വേറെ പല പ്രശ്നങ്ങളിലേക്കും പോകും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് ഉറക്കമില്ലായ്മയ്ക്ക് ഗ്യാൻ മുദ്ര പിടിക്കാം, പ്രാൺ മുദ്ര പിടിക്കാം, അതുപോലെ തന്നെ ശക്തി മുദ്ര പിടിക്കാം, അപാൻ മുദ്ര പിടിക്കാം, ധ്യാൻ മുദ്ര പിടിക്കാം, മഹാശക്തി മുദ്ര പിടിക്കാം. ഈ ഉറക്കക്കുറവുള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതിൽ ചിന്മുദ്രയും പ്രാൺമുദ്രയാണ് കൂടുതലും എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഈ മുദ്രകളെല്ലാം തന്നെ മാറി മാറി നമുക്ക് പിടിച്ചു നോക്കാം. ഒരു മുദ്ര പിടിച്ചിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ അടുത്തത് ചെയ്ത് നോക്കാം. അപ്പോൾ പലർക്കും പല രീതിയായിരിക്കും, പലരുടെ ബ്ലഡ് ഗ്രൂപ്പും പലതല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ഗ്യാൻ മുദ്ര, പ്രാൺ മുദ്ര, അതുപോലെ തന്നെ ശക്തി മുദ്ര, അപാൻ മുദ്ര, ധ്യാൻ മുദ്ര, മഹാശക്തി മുദ്ര, ഇത്രയും മുദ്രകൾ ഈ ഉറക്കക്കുറവുള്ളവർക്ക് പിടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് രോഗം എന്ന് പറയുന്നത് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അത് ഏത് പ്രായക്കാർക്കും, പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രായം കൂടുതലുള്ളവർക്കും മറവി വരാതിരിക്കാനും, അങ്ങനെ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവരൊരിക്കലും മറക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് നോക്കുക. ഓർമ്മശക്തി വർദ്ധിക്കാൻ, അതായത് മെമ്മറി കൂട്ടാനുള്ളത് ഗ്യാൻ മുദ്രയുണ്ട്, ഉദാൻ മുദ്രയുണ്ട്, അതായത് ഹാകിനി മുദ്രയുണ്ട്, ശക്തിമാൻ മുദ്രയുണ്ട്, കലേശ്വർ മുദ്രയുണ്ട്. അപ്പോൾ ഈ ഇത്രയും മുദ്രകളും ഈ ഓർമ്മശക്തി കൂട്ടാനുള്ളതാണ്, നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ്, ആകാശ മുദ്രയുണ്ട്, പൃഥ്വി മുദ്രയുണ്ട്, സന്ധി മുദ്രയുണ്ട്. ഈ 3 മുദ്രകളും ഈ ഓസ്റ്റിയോപൊറോസിസിനുള്ളതാണ്. അതുപോലെ തന്നെ ഒച്ചയടപ്പ് എന്ന് പറയത്തില്ലേ, അതായത് നമ്മൾ അമിതമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഒച്ചയടപ്പുണ്ടാവും, സൗണ്ട് കൂടുതൽ വരാത്ത ഒരവസ്ഥ. അപ്പം ആ ഒച്ചയടപ്പിന് നമ്മൾ ശംഖുമുദ്രയും സഹജ് ശംഖുമുദ്രയുമാണ് പിടിക്കുന്നത്. ശംഖുമുദ്ര, സഹജ് ശംഖുമുദ്ര ഓർത്തു വെച്ചോളുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. പിന്നെ കരൾ സംബന്ധമായ, നമ്മുടെ ലിവർ സംബന്ധമായ
പ്രശ്നങ്ങൾക്കുള്ള മുദ്രകൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അതായത് സൂര്യമുദ്രയുണ്ട്, അപാൻ മുദ്രയുണ്ട്, കുഷാൻ മുദ്രയുണ്ട്, സുരഭി മുദ്രയുണ്ട്. ഈ മുദ്രകൾ ഇത്രയും തന്നെ നമുക്ക് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ്. ഇപ്പം അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ പുറത്ത് ഹോട്ടലിൽ നിന്നും നമ്മൾ കിട്ടുന്ന ഫുഡൊക്കെ നമ്മളൊരു നിയന്ത്രണവും ഇല്ലാതാണ് പലരും ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. അതായത് സമയക്രമം ഇല്ലാതെ ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ലിവറിന് പ്രശ്നങ്ങൾ വരും. ഈ ലിവറിന് പ്രശ്നം വരാതിരിക്കാൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മുദ്രകളൊക്കെ കുറച്ച് സമയം ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ വലിച്ചു വാരി കഴിച്ചാലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ മുദ്രകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ കഴുത്തിന് വേദന കൂടുതലും ഇപ്പോൾ ആൾക്കാർ പറയുന്നൊരു കാര്യം, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ സമയം ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്നവർ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുന്നവർക്കെല്ലാം വരുന്ന ഒരു പ്രശ്നമാണ് ഈ കഴുത്തിന് വേദന വരുന്നത്. അത് വായു മുദ്ര പിടിക്കാം, അപാൻ വായു മുദ്ര പിടിക്കാം, പങ്കജ് മുദ്ര പിടിക്കാം, മേരൂഢ മുദ്ര പിടിക്കാം. അപ്പോൾ ഇത്രയും മുദ്രകളും ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാഴ്ചശക്തി കൂട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം കുഞ്ഞു കുട്ടികൾ മുതൽ ഇനി പ്രായമായവർ വരെ ഏത് സമയവും മൊബൈലിൽ നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരാതെ ഇരിക്കാൻ ഏതൊക്കെ മുദ്രയാണ് നമുക്ക് പിടിക്കാൻ പറ്റുന്നത്? ഇതെല്ലാം പിടിച്ചാലും നിങ്ങൾക്ക് നല്ലതാണ്, അതല്ല ഇതിൽ ഒരെണ്ണം മാത്രം പിടിച്ചാലും നല്ലതാണ്. ഇപ്പോൾ പ്രാൺമുദ്ര പിടിക്കാം, അപാൻ മുദ്ര പിടിക്കാം, യോനി മുദ്ര പിടിക്കാം, ഏകഹസ്തി ശംഖു മുദ്രയും പിടിക്കാം. ഇത്രയും മുദ്രകളാണ് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പിടിക്കുന്നത്. ഇത് 5 മിനിറ്റ് വീതം ഈ മുദ്രകളെല്ലാം തന്നെ പല പ്രാവശ്യമായിട്ട് പിടിച്ചാലും മതി. അതല്ലെങ്കിൽ ഒരു മുദ്ര 15 മിനിറ്റ് വീതം 3 പ്രാവശ്യം പിടിക്കുക. അപ്പോൾ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിനുള്ളതാണ്. കൊളസ്ട്രോളിന് നമുക്ക് സൂര്യമുദ്ര, ഇന്ദ്രമുദ്ര, ലിംഗമുദ്ര. അപ്പം കൊളസ്ട്രോളിന് പിടിക്കേണ്ടുന്നത് സൂര്യമുദ്രയും ഇന്ദ്രമുദ്രയും ലിംഗമുദ്രയുമാണ് പിടിക്കുന്നത്. ഇതെല്ലാം ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ പിക്ചർ സഹിതം, അതായത് മുദ്ര ഏതൊക്കെയാണെന്ന് മുദ്ര സഹിതം കാണിക്കുന്നുണ്ട്, നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് കിഡ്നിയിൽ കല്ല് വന്നാൽ എന്ത് ചെയ്യാം എന്ന്, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന മുദ്രകൾ അപാൻ മുദ്ര പിടിക്കാം, കുഷാൻ മുദ്ര പിടിക്കാം, സുരഭി മുദ്ര പിടിക്കാം, അപാൻ വായു മുദ്രയും പിടിക്കാം. അപ്പോൾ ഏതൊക്കെ മുദ്രയെന്ന് ചോദിച്ചാൽ അപാൻ മുദ്ര, കുഷാൻ മുദ്ര, സുരഭി മുദ്ര, അപാൻ വായു മുദ്ര. ഇപ്പോൾ പലയിടത്തും നിങ്ങൾ കേട്ട് കാണും അപാൻ വായു മുദ്രയെന്ന്. അപാൻ വായു മുദ്ര മൃതസഞ്ജീവനി മുദ്രയാണ്. അതായത് മരണമില്ലാതിരിക്കും എന്നാണ് ഈ മുദ്ര സ്ഥിരമായിട്ട് പിടിക്കുകയാണെങ്കിൽ, എന്നും പിടിക്കുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാനൊക്കെ ഏറ്റവും നല്ല മുദ്രയാണ് ഈ അപാൻ വായു മുദ്ര എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ചെവി വേദന ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ശൂന്യമുദ്ര പിടിക്കുക. ചെവിക്ക് വേദന വന്നാൽ ശൂന്യമുദ്ര പിടിക്കുക. അതൊരൊറ്റ മുദ്ര തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ ചെവി സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾക്കുള്ള മുദ്രകളാണെങ്കിൽ ആകാശമുദ്രയുണ്ട്, ശൂന്യമുദ്രയുണ്ട്, യോനി മുദ്രയുണ്ട്. ചെവിയുടെ മറ്റു പ്രശ്നങ്ങൾ, ചെവി വേദനയെന്നല്ല, ചെവിക്ക് പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മൂളൽ വരുന്നുണ്ട്, എരപ്പ് വരുന്നുണ്ട്, ചെവിക്കുള്ളിൽ വേദന വരുന്നുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക, ആകാശമുദ്ര, ശൂന്യമുദ്ര, യോനി മുദ്ര കൂടി പിടിക്കുക. പിന്നെ അതുപോലെ തന്നെ ചുമ, നിർത്തലില്ലാത്ത ചുമ നമുക്ക് വരികയാണെങ്കിൽ സൂര്യമുദ്ര പിടിക്കാം, ലിംഗമുദ്ര പിടിക്കാം, അഗ്നിമുദ്ര പിടിക്കാം, കാഗിമുദ്ര പിടിക്കാം, ഗണേശ് മുദ്ര പിടിക്കാം, വരുൺ മുദ്ര പിടിക്കാം. ഇത്രയും മുദ്രകളുണ്ട് നമുക്ക് ചുമ സംബന്ധമായിട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചാലും മതി, അതല്ല 2 പിടിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല ഈ മുദ്രകളെല്ലാം കുറേ സമയം പിടിക്കണമെങ്കിൽ അങ്ങനെ പിടിക്കാം. പിന്നെ ജലദോഷത്തിന് സൂര്യമുദ്രയുണ്ട്, ലിംഗമുദ്രയുണ്ട്, അഗ്നിമുദ്രയുണ്ട്, കാഗിമുദ്രയുണ്ട്, ഗണേശ് മുദ്രയുണ്ട്, വരുൺ മുദ്രയുണ്ട്. അപ്പം ജലദോഷത്തിനുള്ള മുദ്രകളാണ് ഞാൻ ഈ പറഞ്ഞത്. സൂര്യമുദ്ര, ലിംഗമുദ്ര, അഗ്നിമുദ്ര, കാഗിമുദ്ര, ഗണേശ് മുദ്ര, വരുൺ മുദ്ര. അതുപോലെ തന്നെ നമുക്ക് ടോൺസിലൈറ്റിസിന് ശംഖുമുദ്രയും സകശംഖുമുദ്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. തരിപ്പ് വരില്ലേ, കൈക്ക് കാലിനൊക്കെ തരിപ്പ്, ശരീരത്തിനൊക്കെ തരിപ്പ്, മരവിപ്പ്, പെരുപ്പൊക്കെ വരുന്ന ശൂന്യമുദ്ര, വായുമുദ്ര, ഗണേശ് മുദ്ര. അപ്പോൾ ഇത്രയും മുദ്രകൾ നമ്മുടെ ശരീരത്തിൽ കൈക്കോ കാലിനോ ഒക്കെ പെരുപ്പും തരിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും മുദ്രകൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. ഇത് നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു രോഗത്തിന് കുറേ മുദ്രകളുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ മൊത്തത്തിൽ സേവ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.